ഇന്നൊരു കിഡിലെ സംഭവമായിട്ടാ വന്നേക്കണത് കേട്ടാ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായിരിക്കും ഫ്രൂട്ട്? ഒരു ഫ്രൂട്ടാണ്. എന്തായിരിക്കും? നോനിപ്പഴാണ് കേട്ടാ. നോക്കിയാ കണ്ട, ഇതാണ് നമ്മുടെ നോനിപ്പഴം. ഒരു ഫ്രൂട്ട് ഇപ്പൊ നല്ല പഴുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ കളർ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്ക് പച്ച കളറിലാണ് കേട്ടത്. പച്ചയ്ക്ക് നിൽക്കുമ്പോൾ അത് പച്ച കളറാണ്. അപ്പൊ ആ ഒരു പച്ച കളർ മാറിയിട്ട് ഇപ്പൊ വൈറ്റ് ഷെയ്ഡിലോട്ട് ഇങ്ങനെ കണ്ടോ, ഈ ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നല്ല മൂപ്പത്തിയ ഒരു പാകം എന്ന് പറയുന്നത്. ഇതതിന്റെ ഇതുപോലെയാണ് ഇതിന്റെ ഇല. കുറച്ച് കണ്ടോ, കുറച്ച് നീളമുള്ള അങ്ങനത്തെ ഇലകളാണ്. ഇതിന്റെ സ്മെല്ല് എല്ലാവർക്കും രുചിക്കണം എന്നില്ല, എല്ലാവർക്കും അല്ല, പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇതിനെ നമ്മള് സർവ്വരോഗ സംഹാരി എന്നാ പറയുന്നത്. ആരും തന്നെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു പഴമായിരുന്നു ഈ ഒരു നോനി ഫ്രൂട്ട്. അപ്പൊ ഇതുപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലല്ല, അമേരിക്കക്കാർ വരെ ഇതിന്റെ ചായ, ജ്യൂസ് അങ്ങനെയൊക്കെ വലിയ വിപണി കണ്ടെത്തുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു നോനിപ്പഴം. ഒരു ഉഷ്ണമേഖലാ ഫലസസ്യ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ ഇത്രയും ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ ഈ നോനിപ്പഴം. ഇനി പലർക്കും സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ സ്മെല്ല് ഒരു എന്താ പറയാ, അത്ര നമുക്ക് ഒരാൾക്കും ഇഷ്ടപ്പെട്ടില്ലാത്ത ഒരു സ്മെല്ലാണ്. നമുക്കിതൊന്ന് ആദ്യം മുറിച്ച് നോക്കാട്ടെ എങ്ങനെയാന്ന്. കണ്ടോ, ഇതിങ്ങനെയാണ്ട് നമ്മൾ മുറിച്ച് നോക്കുമ്പോ ഇതിന്റെ ഉള്ളിലെ നിറയെ കണ്ടോ കുരുക്കളുണ്ട് കേട്ടാ. ഈ കുരുവെല്ലാം നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാല് നമുക്ക് പുതിയ തൈകള് നമുക്ക് മുളപ്പിക്കാം കേട്ടോ. ഇതിലൊരു പഴത്തിൽ തന്നെ നമുക്കൊരു 10-65ഓളം വിത്തുകൾ കിട്ടും കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത് നമ്മള് ഇതിന്റെ തോലൊന്നും അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മള് ഈ കുരുകളൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ജ്യൂസാക്കിയിട്ട് എടുക്കുക. മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ട് അത് ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് വെറും വയറ്റിൽ കുടിച്ചാലാണ് അതിന്റെ ഫലം ഉണ്ടാവുക. ഒരു 30 മില്ലി തൊട്ടൊരു 60 മില്ലി വരെ ജ്യൂസ് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാവുക. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ കൂടെ നമുക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഇഞ്ചിയോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ വേറെ ഏതെങ്കിലും ജ്യൂസിന്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. എങ്ങനെയായാലും നമുക്ക് ഈ ഔഷധ ഫലമായിട്ടുള്ള സസ്യം നമുക്ക് അകത്ത് ചെല്ലല്ലേ വേണ്ടൂ.